അതായത് കേൾക്കുമ്പോൾ വളരെ സില്ലിയാന്ന് തോന്നും. ഈ ഡിസിഷൻ ഫെറ്റീഗ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര റിയലാ. ഈ ഒറ്റയ്ക്ക് താമസിച്ച് വർക്ക് എടുക്കുന്നവർക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം റിലേറ്റബിൾ ആയിരിക്കും. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ക്ലീനിങ്, കുക്കിംഗ്, ഓർഗനൈസിങ്, പിന്നെ ജിമ്മിലും പോയി തിരിച്ച് വന്ന് നമ്മുടെ ജോലിക്കും പോയി തിരിച്ച് റൂമിലെത്തി. ഈ 9 to 5 എന്ന് പറയുന്ന പേരിൽ മാത്രമേ ഉള്ളൂ. 9 to 9 ആണത്. നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 9 മണിയായി കിട്ടും. ട്രാഫിക്കും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ഗ്രോസറി ഷോപ്പിംഗും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ടെക്നിക്കലി ചിന്തിക്കുന്ന സമയത്ത് ഒരു 10 മണി മുതൽ 12 മണി വരെ 2 മണിക്കൂർ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പാഷൻ പ്രൊജക്റ്റിന് സ്പെൻഡ് ചെയ്യാം. പക്ഷെ നടക്കില്ല, കാരണം നമ്മൾ മെന്റലി ടയേർഡ് ആയിട്ടുണ്ടാവും. അതിന് പറ്റിയൊരു ഈസി ഹാക്ക് ഉണ്ട്. അതായത് കേൾക്കുമ്പോൾ വളരെ സില്ലിയാന്ന് തോന്നും. അതായത് നമ്മൾ രാവിലെ കുക്ക് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകേണ്ടത്, ഇതെല്ലാം ഒരു ആഴ്ചത്തേക്കുള്ളത് നമുക്ക് ഇറലവൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാറ്റർഡേയും സൺഡേയും സെറ്റ് ചെയ്ത് വെക്കുക. അതായത് കുക്ക് ചെയ്യേണ്ട സംഭവങ്ങൾ ഇന്നതൊക്കെയാണ്, അപ്പം അതിൻ്റെ ഗ്രോസറീസ് ഇതൊക്കെയാണ് ഞാൻ മേടിച്ച് വെക്കേണ്ടത്. പിന്നെ ഇന്ന ഡ്രസ്സ് മുമ്പേ തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് കറക്റ്റ് ബാച്ച് ആയിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾക്ക് മാത്രം നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിക്കാം. നമ്മൾ രാത്രി 9 മണിക്ക് തിരിച്ചെത്തിയാലും നമ്മുടെ ഡിന്നർ കഴിഞ്ഞാലും നമുക്ക് തലയിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാവും. കാരണം 9 to 5 ജോബിൽ തന്നെ നമ്മൾ സാച്ചുറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഇങ്ങനെ ഇറലവൻ്റ് ആക്ടിവിറ്റീസിന് നമ്മൾ ഡിസിഷൻ ചിലവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ പ്രൊജക്റ്റിന് ചിലവാക്കാനും നമുക്ക് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഒരു മൈൻഡ് സ്പേസും ഉണ്ടാവും. അതൊരു വലിയ കാര്യമാണ്. അപ്പം മാക്സിമം നമ്മുടെ ഇറലവൻറ്റ് ടാസ്കുകളൊക്കെ ബാച്ചായിട്ട് തരംതിരിച്ച് ചെയ്യുക. പിന്നെ ആദ്യം പ്രീ പ്ലാൻഡ് ആയിട്ട് വെക്കുക. നമ്മൾ അന്നത്തെ ദിവസം എഴുന്നേറ്റിട്ട് ഇതൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാക്കി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു 9 to 5, 9 to 9 ജോബ് കഴിഞ്ഞ് തിരിച്ചു വന്നാലും നമ്മുടെ പാഷൻ പ്രൊജക്ട്സിന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സ്പേസും എനർജിയും ഒരു താല്പര്യവും ഉണ്ടാവും. ഇപ്പോൾ ഡെയിലി ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി ഇറ്റ്സ് 14 hours. അതൊരു നിസ്സാര സമയമല്ല. നമ്മളെപ്പോലെ പാരലലി പലതും റൺ ചെയ്യുന്നവർക്ക് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ടൈം. സോ അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ട്രിക്സ് എടുത്താൽ മതി. നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പം നമുക്ക് ഒരു ദിവസം ഇന്നതായിരിക്കും ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സംഭവം ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്ക് എന്താ പറയുക, ഒന്ന് കൺട്രോൾ ചെയ്ത് കൺസ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അൾട്ടിമേറ്റ്ലി നമ്മുടെ സെറ്റ് ഓഫ് ഗോൾസ് കംപ്ലീറ്റ് ആകുക. ഈ ഇറലവൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് അധികം നമ്മുടെ സമയമോ മനസ്സോ ചെലവഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ബേർഡ്സ് ഐ വ്യൂവിൽ നോക്കുമ്പം ഏറ്റവും നല്ലൊരു വേ ഓഫ് അപ്രോച്ച്. ഈ ഒരു ഐറ്റം 2-3 ആഴ്ചത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല മാറ്റം ഉണ്ടാവും. ഡിസിഷൻ ഫെറ്റീഗ് ഈസ് റിയൽ.